കേരള സർവകലാശാലയിൽ വിചിത്ര പരീക്ഷാ നടത്തിപ്പ്. 4ാം സെമസ്റ്റർ ക്ലാസ് തുടങ്ങും മുൻപേ 4ാം സെമസ്റ്റർ പരീക്ഷ നടത്താനാണ് തീരുമാനം. ഒറ്റ ക്ലാസ് പോലും നടത്താതെ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ജൂലൈ 21 പരീക്ഷ തുടങ്ങുമെന്നാണ് നോട്ടിഫിക്കേഷനുള്ളത്. ഗോപാൽ ശീലാസനൽ വിവരങ്ങളുമായി. ഗോപാൽ, എന്താണ് ഈ വിചിത്രമായ നടപടി? സ്മൃതി, കേരള സർവകലാശാലയിൽ അങ്ങേയറ്റം വിചിത്രം, ആ വാക്കിനപ്പുറത്തേക്ക് മറ്റൊരു തരത്തിലും വിശേഷിപ്പിക്കാൻ കഴിയാത്തൊരു ഇടപെടലാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടിയാണ് സർവകലാശാലയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഈ കാണുന്ന വിദ്യാർത്ഥികൾ 2023-25 ബാച്ചിലെ MBA വിദ്യാർത്ഥികളാണ്. ഇവരിപ്പോൾ സെമസ്റ്റർ 3ാം സെമസ്റ്റർ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാസം മെയ് 26 തുടങ്ങിയ പരീക്ഷ ജൂലൈ 28 വരെയുണ്ട്. ഇതിനിടയിൽ 4ാം സെമസ്റ്ററിൻ്റെ കൂടി പരീക്ഷാ ടൈം ടേബിൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് ജൂലൈ 21 മുതൽ 4ാം സെമസ്റ്റർ പരീക്ഷ തുടങ്ങുമെന്ന് അറിയിച്ചിരിക്കുന്നു. എന്നാൽ ഒരു ദിവസം പോലും ഒരു ക്ലാസ് പോലും എടുക്കാതെയാണ് ഇവർക്ക് 4ാം സെമസ്റ്ററിന്റെ പരീക്ഷകൾ പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. എന്താണ് ശരിക്കും സംഭവിച്ചത്? നമുക്കിപ്പോൾ 3rd സെമസ്റ്റർ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. 14ാം തീയതിയാണ് തിയറി എക്സാം തീരുന്നത്. അതുപോലെ തന്നെ 28ാം തീയതി നമ്മളെ ഇന്റേൺഷിപ്പ് വൈവ ജൂലൈ ഇന്റേൺഷിപ്പ് വൈവയും നടക്കാൻ പോവുകയാണ്. അപ്പം ആ ഇന്റേൺഷിപ്പ് വൈവ തീരുന്ന മുമ്പേ തന്നെ ഇപ്പോൾ അടുത്ത് 4th സെമസ്റ്റർ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമുക്കൊരു ഗ്യാപ്പ് പോലും ഇല്ല അതിന്. അത് കൃത്യമായിട്ട് യൂണിവേഴ്സിറ്റി കോളേജായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. ഇന്നലെയാണ് കോളേജിലോട്ട് നമ്മൾ 4th സെമസ്റ്ററിൽ ഏതൊക്കെ എലക്റ്റീവ് എടുക്കുന്നതെന്ന് അവർക്ക് അയച്ചു കൊടുക്കാൻ പറയുന്നത്. ഇപ്പം ഇന്ന് ഒരു സുപ്രഭാതത്തിൽ ഇപ്പോൾ എക്സാം നടത്താൻ പോകുമെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളിപ്പോൾ കറൻ്റ് എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ഒരു ടെൻഷനും ഇതും കൂടെ ആകുമ്പോൾ നമുക്ക് നിങ്ങൾ 3ാം സെമസ്റ്ററിൽ പഠിക്കുന്നു. ആ പരീക്ഷകൾ പൂർത്തിയായതിനു ശേഷം മാത്രമല്ലേ 4ാം സെമസ്റ്റർ ആരംഭിക്കുകയുള്ളൂ. ആ 4ാം സെമസ്റ്റർ മിനിമം ഒരു 6 മാസം, അതൊരു 2-3 മാസമെങ്കിലും വേണ്ടതല്ലേ? ആ ക്ലാസ്സുകൾക്ക് ശേഷമല്ലേ ഈ പരീക്ഷകൾ നടക്കേണ്ടത്? 6 മാസം എന്തായാലും നടക്കില്ല, ഒരു 2-3 മാസം എന്തായാലും വേണം. ക്ലാസ് ഉണ്ട്, നമുക്ക് പ്രോജക്റ്റ് വെളിയിൽ പോയി ചെയ്യണം, അത് തയ്യാറാക്കണം, അതിനെല്ലാം ടൈം വേണം. ഇതൊന്നും ഇല്ലാതെ, ക്ലാസ് പോലും ഇല്ലാതെ എങ്ങനെയാണ് നമുക്ക് എക്സാം എഴുതേണ്ടത് നമുക്കറിയില്ല. കൃത്യം പറഞ്ഞ 7 ദിവസം മാത്രമാണ് ഈ പരീക്ഷയ്ക്ക്, 2 പരീക്ഷകൾ തമ്മിലുള്ള ഗ്യാപ്പ് അല്ലേ? അതെ, 7 ദിവസം. 14ാം തീയതി നമുക്ക് എക്സാം തീരും, 3rd സെം. അത് കഴിഞ്ഞ് 21ാം തീയതിയാണ് ഡേറ്റ് വന്നിരിക്കുന്നത് 4th സെം എക്സാം എഴുതാൻ വേണ്ടി. ഒരാഴ്ച കൊണ്ട് എന്തായാലും നമുക്ക് ക്ലാസ് എടുത്ത് തീർക്കാനോ അല്ലെങ്കിൽ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. ഇപ്പോൾ സർവകലാശാലയെ പരാതി കൊടുത്തു, ആരെങ്കിലും കണ്ടിരുന്നോ? അതെ, സർവകലാശാലയിൽ പരാതി കൊടുത്തിട്ടുണ്ട്. നമ്മൾ എക്സാം കൺട്രോളറിനാണ് പരാതി കൊടുത്തത്. അപ്പം സാർ അവിടെ ഇല്ലാത്തതുകൊണ്ട് അവിടുത്തെ ഒരു സ്റ്റാഫിൻ്റെ കൂടെയാണ് സംസാരിച്ചത്. അപ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സാം ഇപ്പോൾ പോകുന്നത് കറക്റ്റ് അക്കാഡമിക് കലണ്ടർ അനുസരിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ നമ്മുടെ 23-25 ബാച്ചിന് എന്ന് പറയുന്നത് അക്കാഡമിക് കലണ്ടർ അവർ പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് അവർ ന്യായീകരണം നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. യൂണിവേഴ്സിറ്റി തന്നെയല്ലേ നിങ്ങളുടെ 3ാം സെമസ്റ്റർ പരീക്ഷ നടത്തുന്നത്? അതെ, അവർ തന്നെയാണ് നമുക്ക് ടൈം ടേബിൾ വരുന്നതും പരീക്ഷ നടത്തുന്നതും അവർ തന്നെയാണ്. അത് 3rd സെം എക്സാം തീരുന്നതിന് മുന്നേ തന്നെയാണ് അവരിപ്പം 4th സെമ്മിൻ്റെ ഡേറ്റ് വന്നിരിക്കുന്നത്. നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷൻ വിദ്യാർത്ഥികളാണ്, അപ്പോൾ അതിൻ്റേതായ ഒരുപാട് ജോലികൾ നിങ്ങൾക്ക് ഈ സെമസ്റ്ററുകൾ തീർക്കാനുണ്ട്. അവസാന സെമസ്റ്ററുകളിലൊന്നാണ്. നമുക്കിപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കണം. ആ റിപ്പോർട്ട് ഇനി യൂണിവേഴ്സിറ്റിയുടെ പ്ലാഗറിസം ചെക്ക് ചെയ്യണം. അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അത് വരുത്തണം. ഇതെല്ലാം നമുക്ക് 28-ാം ചെയ്ത് തീർത്തിട്ട് വേണം ഈ ഇന്റേൺഷിപ്പിന്റെ റിപ്പോർട്ട് അവിടെ വയ്ക്കേണ്ടത്. പരീക്ഷ കൃത്യസമയത്ത് നടത്തുമെന്ന് പറയുന്നത്, പക്ഷേ ക്ലാസ് നടത്തുന്ന കാര്യത്തിൽ ആ കൃത്യത ഇല്ല എന്നാണ് മനസ്സിലാക്കാനാകുന്നത്.